നമസ്കാരം. ഇന്ന് ഞാനൊരു സുഭാഷിതം വായിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് എഴുതിയ റൈറ്റർക്ക് അയാളുടെ പേര് പറയാനായിട്ട് താല്പര്യമില്ല. സോ നമുക്ക് ജസ്റ്റ് എന്താണ് അയാളുടെ ഒരു സുഭാഷിതം എന്ന് നോക്കാം. സോ ഞാൻ വായിക്കാൻ പോവാണ്. ആസ്വദിക്കാത്ത പ്രഭാതങ്ങൾ. തണുത്ത പ്രഭാതം. കണ്ണാടി ചില്ലിട്ട ജനലിൻ്റെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിക്കിടന്നപ്പോൾ വല്ലാത്ത സന്തോഷം. ഇരുട്ടിനെ കീറി മുറിച്ച് പതുക്കെ പ്രകാശം പരത്തുന്നു. പതിവിലും മനോഹരമായി ചുവന്ന ഉടുപ്പിട്ട സൂര്യൻ പതുക്കെ ഉയർന്നു വന്നപ്പോൾ എന്തോ വല്ലാത്ത ഒരു ആത്മവിശ്വാസം. സൂര്യനെ വരവേൽക്കുവാനായി പക്ഷികൾ പാട്ടുപാടിയും സസ്യങ്ങൾ പൂവിടർത്തിയും വൃക്ഷങ്ങൾ അതിൻ്റെ ചില്ലകൾ കൊണ്ട് താളമിട്ടും ആ പ്രഭാതം മനോഹരമാക്കുന്നു. ആദ്യമായി അല്ലല്ലോ ഞാൻ ഈ പ്രഭാതം കാണുന്നത്. എന്താണ് ഇന്ന് ഇത്ര സൗന്ദര്യം? ആലോചിച്ച് കിടന്നപ്പോൾ ഓർത്തു, എന്നും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ മനസ്സിൻ്റെ ഇരുട്ട് തന്നെ എന്നെ അതിനനുവദിച്ചിരുന്നില്ല. രാത്രിയും പകലും എന്നതുപോലെ മനുഷ്യൻ്റെ മനസ്സിലും ഇരുട്ടും വെളിച്ചവുമുണ്ട്. പ്രകൃതിക്ക് ഇരുട്ട് അനിവാര്യമെങ്കിൽ മനുഷ്യ മനസ്സിൽ എന്തിനാണ് ഇരുട്ട്? ആ ഇരുട്ട് അല്ലേ എൻ്റെ ഉറക്കം നശിപ്പിച്ചത്? ആ ഇരുട്ടല്ലേ എൻ്റെ സന്തോഷങ്ങൾ കെടുത്തുന്നത്? എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റാത്തത് ആ ഇരുട്ട് കാരണമാണ്. വേണ്ട, മനസ്സിൻ്റെ ഇരുട്ട് മാറ്റി നമുക്ക് വെളിച്ചത്തിലേക്ക് വരാം. പക്ഷേ സമയമെടുക്കും. ജീവിത യാഥാർത്ഥ്യങ്ങൾ അതിന് ഒരു തടസ്സമാണ്. ചുറ്റുമുള്ള വിഷം ചീറ്റുന്ന സർപ്പങ്ങൾ അതിന് ഒരു തടസ്സമാണ്. ഈ തടസ്സങ്ങൾ മാറ്റിക്കടന്ന് മുന്നോട്ട് വരണം. ഇങ്ങനെ ഓരോന്നോർത്ത് കിടന്നപ്പോൾ എൻ്റെ ചിന്തകളെ കീറിമുറിച്ച് ക്ഷേത്രത്തിലെ ഭക്തിഗാനങ്ങൾ കേട്ട് എണീറ്റു. എന്താണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്? എന്തായാലും സന്തോഷവും മനോഹരവുമായ പ്രഭാതം. സൂര്യനെ മനസ്സിൽ ധ്യാനിച്ച് അന്നത്തെ ദിവസം നല്ലതാവണേ എന്ന് പ്രാർത്ഥിച്ചു. ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചപ്പോൾ എല്ലാവരും അവരവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇന്നലെ വരെയുള്ള കറുത്ത ചിന്തകളെ മാറ്റിവരാൻ ഇരിക്കുന്ന നല്ല ദിനങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്തവ്യങ്ങളിലേക്ക് കടക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ തെളിഞ്ഞ മനസ്സിൻ്റെ നിറഞ്ഞ വെട്ടം ആസ്വദിക്കട്ടെ. നന്മകൾ മാത്രം.